إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഗസയിലെ ക്രൂരമായ വംശഹത്യക്കെതിരെ മനസ്സാക്ഷിയുള്ളവരെല്ലാം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അണിനിരക്കുന്ന കാഴ്ച ആഗോളതലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ക്രൂരമായിരുന്നു ജൂതഭീകരർ ആ മണ്ണിൽ നടത്തിയ നിഷ്ഠൂരമായ അതിക്രമം. ഓസ്ട്രേലിയ, നെതർലാൻഡ്, ഇറ്റലി തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പ്രതിഷേധ റാലിയുമായി ഇറങ്ങിയ കാഴ്ചകൾ നമ്മൾ കാണുന്നു. അന്താരാഷ്ട്ര വേദികളിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ട ഗ്ലോബൽ സുമോദ് പ്ലോട്ടിനെ കുറിച്ച് മീഡിയകളിലൂടെ നമ്മൾ കണ്ടും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മണ്ണിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട ജനതക്കായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫലസ്തീനിന്റെ പതാകയുമേന്തി ഫലസ്തീനിനു വേണ്ടി മുദ്രാവാക്യം ഉയർത്തി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന അസാധാരണമായ കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരുടെയും ഹൃദയം വേദനിക്കുന്ന കാഴ്ചകളും ചിത്രങ്ങളുമാണ് ഫലസ്തീൻ ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക, സൈനിക, വ്യാവസായിക ഉപരോധം കൊണ്ട് വീർപ്പുമുട്ടിയവർ, ഫലസ്തീനിന്റെ മണ്ണിൽ അവശേഷിക്കുന്നവർ ദാരിദ്ര്യത്തിന്റെ ദുരിതക്കയത്തിലാണ്. ഫാക്ടറികളും വ്യവസായശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തകർത്തു തരിപ്പണമാക്കി. ആ രാജ്യത്തെ 80% വരുന്ന കൃഷിയും നശിപ്പിച്ചു. ലോകത്തിന്റെ ഒരു പ്രതിഷേധവും വകവെക്കാതെ ഹോസ്പിറ്റലുകളടക്കം ഫലസ്തീനിന്റെ മണ്ണിലെ മുഴുവൻ സയനിസ്റ്റ് ആർമി ടാങ്കറുകളും ബുൾഡോസറുകളും തകർത്തു തരിപ്പണമാക്കി. തുല്യതയില്ലാത്ത കൊടും ക്രൂരതയാണ് അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനാണോ? മനുഷ്യത്വമുള്ള മനുഷ്യനാണെങ്കിൽ പ്രതികരിക്കണം.
മനുഷ്യത്വമുള്ള എല്ലാവരും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെയോ രാഷ്ട്രത്തിന്റെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ വ്യത്യാസമില്ലാതെ മനുഷ്യത്വം മനസ്സിലുള്ളവർ മുഴുവനും തങ്ങളാൽ കഴിയുന്ന രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മുസ്ലിങ്ങളാണോ ആണെങ്കിൽ ഇരട്ടി ബാധ്യത ഫലസ്തീൻ ജനതയോട് ഉണ്ട്. യാ അഖീ ഫിൽ ഹിന്ദ് ഔ ഫിൽ മഗ്രിബ് അന മിൻക അൻത മിന്നി അൻത ബി. ജീവിക്കുന്നത് ഇന്ത്യയിലോ മൊറോക്കോയിലോ എവിടെയാകട്ടെ, ഞാൻ നിന്നിൽ നിന്നും നീ എന്നിൽ നിന്നുമാണ്. ലാ തസ്അൽ അൻ ഉൻസുരി അൻ നസബി ഇന്നഹുൽ ഇസ്ലാമു ഉമ്മി വ അബി ഇഖ്വത്തുൻ നഹ്നു ബിഹി മുഖ്തലിഫൂൻ മുസ്ലിമൂന മുസ്ലിമൂന മുസ്ലിമൂൻ. എന്റെ തറവാട്, എന്റെ കുടുംബം, അത് നീ ചോദിക്കേണ്ടതില്ല. നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്. നമ്മുടെ ഉമ്മയും ഉപ്പയും ഇസ്ലാമാണ്. നമ്മൾ ആദർശത്തിന്റെ പേരിൽ, മുസ്ലിങ്ങളായതിന്റെ പേരിൽ നമ്മൾ ഇണക്കപ്പെട്ടവരാ. മുസ്ലിമൂന മുസ്ലിമൂന മുസ്ലിമൂൻ. നമ്മൾ മുസ്ലിമീങ്ങളാണ്. വിശ്വാസികൾ ഒറ്റ ശരീരം പോലെയാണ് എന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ എടുക്കുമ്പോൾ അവിടെയാണ് ഫലസ്തീൻ നമുക്ക് എല്ലാമാണ് എന്ന് നമ്മൾ ഉറക്കെ പറയുന്നത്. അവിടെ മരണപ്പെട്ടു വീണുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉടപ്പിറപ്പുകളാണ്. ആശുപത്രികളിലും സ്കൂളുകളിലും ബോംബ് വർഷിക്കുന്ന ഇസ്രായേലി ജൂത സൈനിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊടും ക്രൂരതയാണ്. അവരുടെ ക്രൂരത എത്രത്തോളമെന്ന് വെച്ചാൽ ചരിത്രം പരിശോധിച്ചാൽ, പുറകിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, മക്ബറകളിൽ നിന്ന് വരെ അവർ മൃതദേഹങ്ങൾ മോഷ്ടിച്ച് അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ അവയവ കച്ചവടം നടത്തുന്നിടത്തേക്ക് വരെ അവരുടെ ക്രൂരത എത്തിയിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഇത്രയധികം മനസ്സാക്ഷിയില്ലാത്ത കൊടും ക്രൂരന്മാരായ ആളുകളെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഒന്നാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ചാണ് ഫലസ്തീൻ ബ്രിട്ടീഷുകാരുടെ കൈകളിലെത്തുന്നത്. 1920 മുതൽ 1947 വരെ അവരുടെ കൈകളിൽ ആ സ്ഥിതി തുടർന്നു പോരുകയാണുണ്ടായത്. പിന്നീട് സയനിസ്റ്റ് ലോബികൾ നടത്തിയ കൊടും വഞ്ചനയുടെ ബാക്കി പത്രമാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം 1948 അവിടെ രൂപീകരിക്കപ്പെടുന്നത്. ആരും അഭയം നൽകാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ഒരു സമൂഹമായിരുന്നു അവർ. ഫലസ്തീനികളുടെ ഔദാര്യ മനസ്ഥിതിയിൽ അവർക്കവിടെ അഭയം നൽകുകയും ആ അഭയം നൽകിയവരോട് കൂറു കാണിക്കേണ്ടതിനു പകരം അവിടെയുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടങ്ങുന്നവരെ കൊന്നൊടുക്കി മയ്യത്തിനുമേൽ സ്ഥാപിതമായ രാഷ്ട്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം. ആ കൂട്ടക്കുരുതി അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നാടും വീടും അധിനിവേശം നടത്തുന്നവർ, ഈ നിലക്ക് അക്രമം ചെയ്ത് കൊടും ക്രൂരത കാണിക്കുന്ന അവർ, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളും അതിനെതിരെ ഇരയാകുന്നവർ, സഹികെട്ട് വല്ലതും പ്രതികരിച്ചാൽ അവരെ മുഴുവൻ തീവ്രവാദികളാക്കി ലോകത്തിന്റെ മുന്നിൽ ചിത്രീകരിക്കുന്ന മഹാവൈരുദ്ധ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 5% ജൂതർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കുടിയേറ്റക്കാരായി, അധിനിവേശക്കാരായി അവിടേക്ക് കടന്നു ചെല്ലുകയാണ് ഉണ്ടായത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ സംഘർഷങ്ങളും അരക്ഷിതാവസ്ഥയും ആരംഭിച്ചു. ആ മണ്ണിൽ നടന്ന ഇടപെടലുകൾ യുദ്ധങ്ങളായി, പലപ്പോഴും സമാധാന കരാറുകളായി, അവിടെ ദ്വിരാഷ്ട്ര ചർച്ചകളായി കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട് ആ മണ്ണിൽ ഈ കൂട്ടക്കുരുതി തുടർന്നുകൊണ്ടിരിക്കുന്നു? ആരാണ് ഈ സയനിസ്റ്റുകൾ? ആരാണിവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ കൃത്യമായ വിശേഷണം അവരെ കുറിച്ച് നമുക്ക് നൽകിയിട്ടുണ്ട്. ആരാണ് ജൂതർ? വലാ യസാലൂന യുഖാതിലൂനകും
ഹത്താ യറുദ്ദൂകും അൻ ദീനികും ഇൻ ഇസ്തതാഉ വമൻ യർതദിദ് മിൻകും അൻ ദീനികും ഇൻ ഇസ്തതാഉ. അവർക്ക് സാധ്യമാകുന്ന രൂപത്തിൽ നിങ്ങളോട് അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. എന്താണ് അവരുടെ ലക്ഷ്യം? ഹത്താ യറുദ്ദൂകും, നിങ്ങളുടെ മതം ഉപേക്ഷിച്ചു കൊണ്ടുവരാനാണ്, നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാനാണ് അവരുടെ ഉദ്ദേശം. ഈ നിലക്കുള്ള അക്രമങ്ങൾ കാണിച്ച് നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാമെന്നാണ് അവർ വ്യാമോഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരിക്കലും അവർക്കതിന് സാധ്യമല്ല. വമൻ യർതദിദ് മിൻകും അൻ ദീനി, ആരാണോ അത് കണ്ട് തന്റെ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത്, മുർത്തദ്ദായി പോകുന്നതെങ്കിൽ ഫയമുത് വഹുവ കാഫിർ, കാഫിറായവൻ മരിക്കുക തന്നെ ചെയ്യും. ഫഉലൈക ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ. വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാം. ആയുധം കൊണ്ട്, അക്രമങ്ങൾ കൊണ്ട് ആദർശത്തിൽ നിന്ന് തടഞ്ഞു നിർത്താമെന്നാണ് അവർ വ്യാമോഹിച്ചത്. അതെ, അതവർ തുടർന്നുകൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് വീണ്ടും പഠിപ്പിച്ചത് വലതജിദന്ന അശദ്ദന്നാസി അദാബതൻ ലില്ലദീന ആമനുൽ യഹൂദ് വലതജിദന്ന അശദ്ദന്നാസി അദാബതൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ. മനുഷ്യരുടെ കൂട്ടത്തിൽ സത്യവിശ്വാസികളോട് ഏറ്റവും അധികം അദാവ, അശദ്ദു അദാവ എന്നാണ് വിശുദ്ധ ഖുർആൻ, അശദ്ദുന്നാസി അദാവ എന്നാണ് വിശുദ്ധ ഖുർആൻ പരാമർശിച്ച പ്രയോഗം. ജനങ്ങളിൽ വെച്ച് ഏറ്റവും കഠിനമായ ശത്രുത വെച്ച് പുലർത്തുന്നവർ ഈ ജൂത വിഭാഗമാണ് വിശ്വാസികളോട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ വിശ്വാസികൾക്ക് ഏതെങ്കിലും നിലക്കുള്ള ഖൈർ ലഭിക്കുന്നതിനെ അസഹിഷ്ണുതയോടുകൂടി മാത്രം നോക്കിക്കാണുന്നവരാണവർ. വിശ്വാസികളോട് അസൂയ വെച്ച് പുലർത്തുന്നവരാണവർ. മാ യവദ്ദുല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് വലൽ മുശ്രികീന അൻ യുനസ്സല അലൈക്കും മിൻ ഖൈറിൻ മിൻ റബ്ബിക്കും. റബ്ബിൽ നിന്ന് എന്തൊരു ഖൈർ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിലും അതവർക്ക് സഹിക്കാൻ സാധ്യമല്ല എന്ന് അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു നമ്മെ ഉണർത്തുകയാണ്. എന്തിനേറെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞയച്ച അമ്പിയാക്കൾ, ആ അമ്പിയാക്കളെ വരെ, റബ്ബ് പറഞ്ഞയച്ച അമ്പിയാക്കളെ വരെ കൊന്നൊടുക്കിയവരാണവർ. അവർക്കുണ്ടോ മറ്റുള്ളവരെ കൊല്ലാൻ വല്ല പ്രയാസവും? ഇന്നല്ലദീന യക്ഫുറൂന ബിആയാതില്ലാഹി വയഖ്തുലൂന അൻ-നബിയ്യീന ബിഗൈരി ഹഖ്ഖിൻ, അന്യായമായി നബിമാരെ കൊന്നൊടുക്കിയവരാണ് എന്ന് അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അല്ലാഹനെ പരിഹസിച്ചവരാണവർ. അല്ലാഹനെ കുറിച്ച് എന്താ അവർ പറഞ്ഞത്? വഖാലത്തിൽ യഹൂദ് യദുല്ലാഹി മഗ്ലൂല ഗുല്ലത് ഐദീഹിം വലുഇനു ബിമാ ഖാലു ഫൽയദാഹു മബ്സൂതതാൻ ഫൽയദാഹു മബ്സൂതതാൻ. അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, അല്ലാഹുവിന്റെ കൈ ബന്ധിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞവരാണ് ജൂതർ. അല്ലാഹ് മറുപടി കൊടുത്തു, ഗുല്ലത് ഐദീഹിം, അവരുടെ കൈകളാണ് ബന്ധിക്കപ്പെട്ടത്. വലുഇനു ബിമാ ഖാലു, അപ്പറഞ്ഞ കാരണത്താൽ അല്ലാഹുവിന്റെ ശാപത്തിന് വിധേയരായവരാണവർ. ഫൽയദാഹു മബ്സൂതതാൻ, അല്ലാഹുവിന്റെ ഇരു കരങ്ങളും ഇതാ തുറന്നിട്ടതാണ്, ബന്ധിക്കപ്പെട്ടതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. അതുപോലെ തന്നെ അവരെ കുറിച്ച് വീണ്ടും പരാമർശിച്ചത്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രമാത്രം വേദങ്ങൾ അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്താലും അതനുസരിച്ച് ജീവിക്കാൻ അവർ തയ്യാറല്ല. കുല്ലമാ ഔഖദു നാറൻ ലിൽ ഹർബി അത്ഫഅ അല്ലാഹ്, എപ്പോഴൊക്കെയാണോ അവർ യുദ്ധത്തിന് തീ കൊളുത്തുന്നത്, കുല്ലമാ ഔഖദു നാറൻ ലിൽ ഹർബ്, യുദ്ധത്തിന് എപ്പോഴൊക്കെയാണോ അവർ തീ കൊളുത്തുന്നതെങ്കിൽ അത്ഫഅ അല്ലാഹ്, അല്ലാഹ് അത് കെടുത്തി കളഞ്ഞിട്ടുണ്ട്. വയസ്ഔന ഫിൽ അർളി ഫസാദ, അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, വയസ്ഔന ഫിൽ അർളി ഫസാദ, ഭൂമിയിൽ സദാ ഫസാദിന് വേണ്ടി, കുഴപ്പത്തിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന വിഭാഗമാണ് അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഇവരെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ നിലക്കുള്ള ഒത്താശ പുറകിൽ നിന്ന് ഒത്താശ ലഭിക്കുമ്പോ, എല്ലാ നിലക്കുമുള്ള ഒത്താശകൾ ലഭിക്കുമ്പോഴാണ് ഇവർ മുന്നോട്ടിറങ്ങുക. ഇവർ മഹാഭീരുക്കളാണ്. അവരെ കുറിച്ച് പറഞ്ഞതാണ്, ലാ യുഖാതിലൂനകും ജമീഅൻ, അവർക്ക് നിങ്ങളോട് ഒന്നിച്ച് യുദ്ധം ചെയ്യുക സാധ്യമല്ല. ഇല്ലാ ഫീ ഖുറ മുഹസ്വനത്തിൻ,
ഔ മിൻ വറാഇ ജുദൂർ, ഭദ്രമാക്കപ്പെട്ട ഒരു കോട്ടക്കുള്ളിൽ നിന്ന് അല്ലാതെ, അല്ലെങ്കിൽ നാടിനുള്ളിൽ നിന്നുകൊണ്ടല്ലാതെ, ഔ മിൻ വറാഇ ജുദൂർ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മതിലുകൾക്ക് പുറകെ നിന്ന് അല്ലാതെ അവർക്കതിന് സാധ്യമല്ല. ബഅ്സുഹും ബൈനഹും ശദീദ്, അവർക്കിടയിലുള്ള ശൂരത തന്നെ അതികഠിനമാണ്. തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ശത്താ, നിങ്ങൾ വിചാരിക്കും അവരൊക്കെ ഒന്നാണ് എന്ന്. അല്ല, വഖുലൂബുഹും ശത്താ, അവരുടെ ഹൃദയങ്ങൾ ഭിന്നമാണ്. ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ, ചിന്തിക്കാത്ത ജനതയാണ് അവർ എന്ന്. സഹോദരങ്ങളെ, ഓരോ ദിവസവും വിശ്വാസികളായ നമ്മൾ 17 തവണ നിർബന്ധമായും, ഏറ്റവും ചുരുങ്ങിയത് 17 തവണയെങ്കിലും നെഞ്ചത്ത് കൈകെട്ടിക്കൊണ്ട് റബ്ബിനോട് രക്ഷ തേടിക്കൊണ്ടിരിക്കുന്നു. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അല്ലാഹുവിന്റെ കോപത്തിന് വിധേയരായ ഈ ഒരു വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന് റബ്ബിനോട് മിനിമം 17 തവണ ഒരു ദിവസം രക്ഷ തേടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജൂതന്റെ വിശ്വാസം, അവന്റെ സ്വഭാവം, അവന്റെ കൾച്ചർ, അവന്റെ എല്ലാ നിലക്കുമുള്ള സംസ്കാരം, ഇതൊക്കെ പ്രാർത്ഥിക്കുന്ന നമ്മൾ അവന്റെ സംസ്കാരത്തോട്, അവന്റെ വിശ്വാസത്തോട്, അവന്റെ സംസ്കാരത്തോട് യോജിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഇത്രമാത്രം രക്ഷ തേടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം എത്രമാത്രം ഗൗരവമായ സ്വരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കുറിച്ച് ഉണർത്തുന്നത് എന്നത്. ബില്യൺ കണക്കിന് ഡോളറുകൾ ഓരോ വർഷവും തങ്ങളുടെ ബജറ്റുകളിൽ വകയിരുത്തുന്ന അവരുടെ ചാരസംഘടനയായ മൊസാദും IDF-ഉം ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സജ്ജീകരണങ്ങൾ ഉപയോഗിക്കുന്ന സർവായുധ സന്നദ്ധ സൈന്യം ഞങ്ങൾക്കുണ്ട് എന്ന് മേരി നടക്കുമ്പോഴും അവരുടെ ടാങ്കറുകളും അയൺ ഡോമും അതുപോലെ തന്നെ അയൺ ബീമും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇത്രമാത്രം സജ്ജീകരണങ്ങളുള്ള അവർ വെറും 45 ചതുരശ്ര കിലോമീറ്ററിന് ഉള്ളിൽ മാത്രം ജീവിക്കുന്ന ഇത്തിരി പോന്ന ഒരു കുഞ്ഞു പ്രദേശത്തോട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. അത് മാത്രം മതി, പതിറ്റാണ്ടുകളായി. എന്തുകൊണ്ട് അവർക്കതിന് സാധിക്കുന്നില്ല? ഇല്ല, സാധിക്കുകയില്ല. കാരണം അവർ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കൊന്നു തള്ളിയാൽ അങ്ങ് തീരുമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവർ. ഇല്ല, അവർക്ക് തെറ്റി. ഒരിക്കലും അതിന് സാധ്യമല്ല. കാരണം ചരിത്രത്തിന് മുമ്പും ഇത്തരത്തിലുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള വിഭാഗങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ബാബിലോണിയ മുഴുവൻ അടക്കി വാണിരുന്ന നമ്രൂദിന്റെ തീകുണ്ടാരത്തിന് അതിന് കഴിഞ്ഞിട്ടില്ല. അന റബ്ബുകുമുൽ അഅ്ല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് അഹങ്കാരം മുഴക്കിയ ഫിർഔനിന് ഒരിക്കലും അതിന് സാധിച്ചിട്ടില്ല. കാരണം ഇപ്പുറത്തുള്ളത് അവർ ഏറ്റുമുട്ടിയത് മുസ്ലിങ്ങളോടായിരുന്നു. 2 ലക്ഷം വരുന്ന അറബികളും അജമികളുമായിരുന്ന റോമൻ സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികൾക്ക് കൊടുത്ത ഉപദേശമുണ്ട്. ഇൻ ഖുതില സൈദ് ഫജഅഫർ, സൈദ് കൊല്ലപ്പെട്ടാൽ ജഅഫറുണ്ട്. വഇൻ ഖുതില ജഅഫർ, ജഅഫർ കൊല്ലപ്പെട്ടാൽ ഫഅബ്ദുല്ലാഹി ഇബ്നു റവാഹ, അബ്ദുല്ലാഹി ഇബ്നു റവാഹയുണ്ട്. قال ثم اخذ الرايه سيف من سيوف الله خالد بن وليد ففتح الله عليه. മഹാനായ ഖാലിദ് ബിൻ വലീദിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആ വിജയം നേടിക്കൊടുത്തു എന്നതാണ്. അന്ന് മുഅ്ത യുദ്ധം, മുഅ്തയിൽ ഊരിയ ഖാലിദിന്റെ വാള് തിരിച്ച് അതിലേക്ക് തന്നെ കയറുമ്പോഴേക്ക് അന്നത്തെ ലോക രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്ന പേർഷ്യയും റോമും എന്ന് പറയുന്ന 2 വൻ ശക്തികളാണ് ലോകത്ത് പരാജയം രുചിച്ച് തകർന്നടിഞ്ഞ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഹാദിസിയയും അതുപോലെ തന്നെ ധാരാളം യുദ്ധങ്ങൾ അതിനുശേഷം നടന്നിട്ടുണ്ട്. മുസ്ലിങ്ങളെ മുച്ചൂടും നശിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പല യുദ്ധങ്ങളും നടന്നിട്ടുള്ളത്. എന്നാൽ അവിടെ നിന്നൊക്കെ മുസ്ലിങ്ങളിലെ ചുണക്കുട്ടികൾ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. മഹാനായ സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെ, നൂറുദ്ദീൻ അദ്ദങ്കിയെ പോലെ, സൈഫുദ്ദീൻ ഖുത്ബിനെ പോലെ അത്തരത്തിലുള്ള മഹാന്മാരായ ആളുകൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം ഫലം അവിടെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ പിന്മുറക്കാരാണ് ഇന്ന് ഫലസ്തീനിലുള്ളത്. ഒരിക്കലും തോൽപ്പിക്കാൻ സാധ്യമല്ല.
വിശ്വാസമുണ്ടെങ്കിൽ, ഈമാനുണ്ടെങ്കിൽ, യഥാർത്ഥ ഈമാനിലാണെങ്കിൽ ഒരിക്കലും തോൽപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചിട്ടുണ്ട്, ഫലസ്തീനിലെ ഒരു മോള് വസിയത്ത് കൊടുത്തത് അല്ലെ, തന്റെ കളിപ്പാവയും കുഞ്ഞുടുപ്പും വരുന്ന തന്റെ അനിയത്തിമാർക്ക് കൊടുക്കണമെന്ന് വസിയത്ത് എഴുതി വെച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞത് ഫലസ്തീനിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. താൻ മരിച്ചാൽ താൻ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ തന്റെ കുഞ്ഞു കയ്യിൽ പേരെഴുതി വെച്ചവരെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ പിന്മുറക്കാരാണ് ഫലസ്തീനിൽ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഫിലസ്തീനിൽ നിന്നൊരാൾ ഞങ്ങളെ സന്ദർശിക്കാൻ വന്നപ്പോ അയാൾ മണ്ണിലിരുന്നപ്പോ കട്ടിലിരിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, കൈഫ അജ്ലിസ് അല സരീർ, ഞാനെങ്ങനെ കട്ടിലിരിക്കും? കാരണം വൽ ഖുദ്സ് അസീർ, ഖുദ്സ് പിടിച്ചടക്കപ്പെട്ടതാണ്. ഖുദ്സ് പിടിച്ചടക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ എങ്ങനെ കട്ടിലിരിക്കും? എന്റെ സഹോദരങ്ങൾ ബന്ദികളാക്കപ്പെട്ടിരിക്കുകയാണ്, ഖുദ്സ് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, ഞാൻ എങ്ങനെ കട്ടിലിരിക്കുമെന്ന്. എന്താണ് പറയാനുള്ളത്? വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, അതെ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഉത്തരമില്ലാത്ത അല്ലെങ്കിൽ ഉത്തരം നൽകാൻ ആർക്കാണ് കഴിയുക എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണത്? യുനാദി ഐന റിജാൽ, എവിടെ ചുണക്കുട്ടികൾ, എവിടെ ആണുങ്ങൾ എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഐന അഹ്ഫാദു ഖാലിദ് വ സഅദ് വ ബിലാൽ, സഅദിന്റെയും ബിലാലിന്റെയും ഖാലിദിന്റെയും പേരക്കുട്ടികൾ എവിടെ? ഐന ഹുഫാദ് സൂറത്തു തൗബ വൽ അംഫാൽ, തൗബയും അംഫാലും പഠിച്ചവർ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഐന അബ്ത്വാലുൽ ഖിതാൽ, യുദ്ധത്തിലെ യോദ്ധാക്കൾ എവിടെ? യോദ്ധാക്കളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, വഖല്ലഫ മിൻഹുമുൽ ഔസാൻ വഖലഫ മിൻ ബഅദിഹിം, അവരൊക്കെ ഖുൽനാ ലഹു ഹൗലാഇ മാതു മിൻ സമാൻ, അവരൊക്കെ കഴിഞ്ഞുപോയി, അവരൊക്കെ മരണപ്പെട്ടുപോയി. പിന്നീട് വന്നവർക്ക് മനക്കരുത്തില്ല, പലപ്പോഴും മനക്കരുത്ത് ദുർബലമായി പോകുന്നു. അവരുടെ ആ പൂർവികർ, ആ പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന ചുണക്കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ അവരുടെ വീടുകൾ മസ്ജിദുകളായിരുന്നു. അഥവാ ഇബാദത്ത് കൊണ്ട് അവരുടെ വീടുകൾ ധന്യമായിരുന്നു. അവർ നമസ്കാരത്തിലായിരുന്നു, റുക്കൂഇലായിരുന്നു, സുജൂദിലായിരുന്നു, അവർ ഖാശിഉകളായിരുന്നവർ, സ്വാഇമീങ്ങളായിരുന്നവർ. എന്നാൽ പിൽക്കാലക്കാർ അവരുടെ വീടുകളിൽ മ്യൂസിക്കുകളാണ് കേൾക്കുന്നത്, സംഗീതമാണ് കേൾക്കുന്നത്. അവർ പലപ്പോഴും എല്ലാ നിലക്കുമുള്ള വിനോദങ്ങളിലാണ്. അതാണ് ആ തലമുറയും ഈ തലമുറയും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഇതര സമുദായക്കാർ നമ്മുടെ സമുദായത്തിന്റെ മേൽ കടന്നു കയറാനുള്ള സാധ്യതകളെ നമ്മൾ ഇല്ലാതാക്കണം. അതെങ്ങനെയാ? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മുടെ നേരെ കൈയുയർത്താൻ ഒരാൾക്കും സാധ്യമല്ല. അത് അല്ലാഹ് നൽകിയ വാഗ്ദാനമാണ്. ഇല്ല, കാഫിറുകൾക്ക് മുഅ്മിനുകളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വഴി തുറന്നു കൊടുക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂശികു അൻ തദാഅ അലൈക്കുമുൽ ഉമം മിൻ കുല്ലി ഉഫുഖിൻ കമാ തദാഅൽ അഖ്ലതു ഇലാ ഖത്അതിഹാ. മറ്റു സമുദായങ്ങൾ ഈ സമുദായത്തിന്റെ മേൽ ചാടി വീഴുന്ന ഒരു കാലം വരും. ഭക്ഷണത്തളികയിലേക്ക് അങ്ങേയറ്റം വിശപ്പുള്ളവൻ കൈ നീട്ടുന്നത് പോലെ ഈ സമുദായത്തിന് നേരെ മറ്റുള്ളവർ കൈ നീട്ടുന്ന ഒരു കാലം വരും. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫമിൻ ഖില്ലത്തിൻ യൗമഇദിൻ, അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയുണ്ട്, ലാ വലാകിന്നകും ഗുസാഉൻ കഗുസാ ഇസ്രഈൽ. ഇല്ല, നിങ്ങൾ ഒരിക്കലും ന്യൂനപക്ഷമല്ല, നിങ്ങൾ ഭൂരിപക്ഷം തന്നെയാണ്. പക്ഷേ മലവെള്ളപ്പാച്ചിലുകളുടെ ചണ്ടികൾക്ക് സമമാണ് അന്നത്തെ നിങ്ങളുടെ അവസ്ഥ. യുജഅലുൽ വഹ്നു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ വഹനിട്ട് തരും. കാരണം റഅബ് നിങ്ങളിൽ നിന്ന് ഊരിയെടുക്കപ്പെടും. അഥവാ നിങ്ങളെക്കുറിച്ച് ശത്രുക്കളുടെ മനസ്സിലുള്ള ഭയമുണ്ട്, ആ ഭയത്തെ ഇല്ലായ്മ ചെയ്യും. എന്നിട്ട് വഹനിട്ട് തരും. എന്താണ് വഹൻ? ഹുബ്ബുക്കും, നിങ്ങൾക്ക് ദുനിയാവിനോടുള്ള ഹുബ്ബാണ്. അതുപോലെ തന്നെ വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പും.
അമിതമായ പ്രാധാന്യം ആഖിറത്തിനേക്കാൾ ദുനിയാവിന് കൊടുത്ത് ദുനിയാവിന്റെ പുറകെ പിന്നാലെ പോകുമ്പോ ശത്രുവിന് നിങ്ങളെക്കുറിച്ചുള്ള ഭയം അവരുടെ മനസ്സിൽ നിന്ന് നീങ്ങുകയും അവർ നിങ്ങളുടെ മേൽ ചാടി വീഴാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് ഇതിനുള്ള ഏറ്റവും നല്ല പരിഹാരം അത് കേവലം ഒരു ഫലസ്തീനിൽ മാത്രം ഒതുക്കേണ്ടതല്ല. ലോകത്തിന്റെ ഏതു ഭാഗത്താണെങ്കിലും നമ്മളാണെങ്കിലും ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മളാണെങ്കിലും ഇജ്ജത്തോടുകൂടി ഈമാനോടുകൂടി പെർഫെക്റ്റായ മുസ്ലിമായി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബദർ നമ്മുടെ മുന്നിലുണ്ട്. ന്യൂനപക്ഷമായ അവർ വിശ്വാസി സമൂഹം തങ്ങളെക്കാൾ 3 ഇരട്ടി വരുന്ന സൈന്യത്തെ തോൽപ്പിച്ച ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുമ്പോ അത് അവർക്ക് മാത്രമുള്ളതാണ് എന്ന് ഒരിക്കലും നമ്മളോട് പറഞ്ഞിട്ടില്ല. മറിച്ച് ഇന്നാ ലനൻസുറു റുസുലന വല്ലദീന ആമനു ഇന്നാ ലനൻസുറു റുസുലന, നമ്മുടെ ദൂതന്മാരെ നാം സഹായിക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. വല്ലദീന ആമനു, വിശ്വാസികളെ ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ തന്നെ അള്ളാന്റെ സഹായം വിശ്വാസികൾക്ക് കിട്ടും. റസൂലുമാർക്ക് കിട്ടിയതുപോലെ അവരുടെ ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് പ്രതീക്ഷിക്കാനാവും. അതുകൊണ്ട് ആ നിലക്കുള്ള യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം കൈപ്പറ്റാനുള്ള, അത് നേടാനുള്ള അർഹത അത് നമ്മൾ നേടിയെടുക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിശാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഫലസ്തീനികളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഫലസ്തീൻ ജനതയുടെ കണ്ണുനീരും അവരുടെ രോദനങ്ങളും കണ്ട് പൊട്ടിച്ചിരിക്കുന്ന കാപാലികർ നമ്മൾ ജീവിക്കുന്ന കേരളക്കരയിൽ മലയാളികൾക്കിടയിൽ പോലും ഉണ്ട് എന്നത് ഏറ്റവും ലജ്ജാവഹമാണ്. അതോടൊപ്പം നമ്മുടെ ബാധ്യത അവിടെ വർദ്ധിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഫലസ്തീൻ അംബാസഡർ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ നിങ്ങൾ സഹായിക്കണം. സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ നീതിക്കു വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കണമെന്ന്. നമുക്ക് വേണ്ടത് ശുഭപ്രതീക്ഷയും പ്രാർത്ഥനയുമാണ്. അതെ, ബൈത്തുൽ മുഖദ്ദസ് അത് മുസ്ലിങ്ങൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. അവിടെ സമാധാനം പുലരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉഅ്ദുദ് സിത്തൻ, നിങ്ങൾ 6 കാര്യങ്ങൾ, അന്ത്യനാളിന്റെ 6 കാര്യങ്ങൾ, 6 അടയാളങ്ങൾ നിങ്ങൾ എണ്ണുക എന്ന് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞത് മൗത്തി, ഒന്നെന്റെ മരണമാണ്, മറ്റൊന്ന് സുമ്മ ഫത്ഹ് ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഖുദ്സിന്റെ മണ്ണ് അത് മുസ്ലിങ്ങളുടെ കയ്യിൽ എത്തുക തന്നെ ചെയ്യും. ആ ഗസയുടെ തെരുവുകളിൽ ഫലസ്തീനിന്റെ കുഞ്ഞുമക്കൾ ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി നടന്നു നീങ്ങുന്ന ഒരു കാലം അവിടെ വരും. അവിടെ ജയ്ത്ത് മരത്തണലിൽ ആ കുഞ്ഞുങ്ങൾ കളിക്കുന്ന, നിർഭയത്വത്തോടുകൂടി കളിക്കുന്ന, അവിടെ ജീവിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും അവിടെ വരും. കല്ലുകളും മരങ്ങളും വരെ അള്ളാഹുവിന്റെ ശത്രുക്കളെ വിളിച്ചു പറയുന്ന കാലം ഫലസ്തീനിൽ വരും. ഇത് സംഭവിക്കാതെ ലോകം അവസാനിക്കുകയില്ല എന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ നിലക്കുമുള്ള വിജയം വിശ്വാസികൾക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ ക്വാളിറ്റിയുള്ള പെർഫെക്റ്റായ മുസ്ലിങ്ങളായി ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ.
മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ സാക്ഷ്യത്വം അല്ലാഹു, ഷഹാദത്ത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാ നിലക്കുമുള്ള ആശ്വാസം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح حال إخواننا وأهلنا في فلسطين. اللهم منزل الكتاب ومجرى السحاب وهازم الأحزاب. اللهم انصرهم، اللهم انصرهم، اللهم انصرهم. سبحان رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.